ഈ വിശ്രമിക്കാന്ന് വെച്ചാൽ പേഴ്സണൽ പ്രേയർ കിടന്നുറങ്ങാന്നല്ല. പേഴ്സണൽ പ്രേയർ നേരത്തെ പറഞ്ഞത് അത് കർത്താവിൻ്റെ കൂടെ ചിലവഴിക്കുന്ന സമയം വിശ്രമമാണ്. ശരിക്കും ചിലർ കർത്താവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്നുള്ളത് ഒരു പണിയായിട്ടാണ്. അത് വിശ്രമമാണ് എന്ന് വെച്ചാൽ കിടന്നുറങ്ങാനല്ല. ചിലർ പറയുന്നതായിട്ടുണ്ട്. ഞാനൊരു വ്യക്തിനെ ഇങ്ങനെ പേഴ്സണൽ പ്രേയറിൻ്റെ സമയത്ത് ഇങ്ങനെ ഉറക്കം തോന്നുന്നത് കണ്ടു. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ കണ്ടു എന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ കർത്താവിൻ്റെ മടിയിലാണ്. പേഴ്സണൽ പ്രേയറിന് ഉറങ്ങിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിച്ച് വരുത്തി ഫ്രണ്ടിനോട് സംസാരിക്കാനായിട്ട് ഫ്രണ്ട് മുന്നിൽ വന്നിരുന്നു. എന്നിട്ട് നമ്മൾ ഉറങ്ങുക. ഓ, ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെയാണല്ലോ ഉറങ്ങുന്നത്. ഓക്കെ, അതെങ്ങനെയുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവം കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ അല്ലേ. ഒരിക്കലും മയങ്ങാത്ത ഉറങ്ങാത്ത ദൈവം അവിടെ ഇരുന്നോളും. ഞാനിങ്ങനെ ഉറങ്ങി വിശ്രമിക്കും. വളരെ വളരെ ആക്റ്റീവായിട്ട് പേഴ്സണൽ പ്രേയറിന് ഇരിക്കുമ്പോൾ അത് തന്നെ ഒരു വിശ്രമമാണ്. അപ്പോൾ നമ്മൾ PP1 ഡിസ്കസ് ചെയ്തു. ഇനി വാട്ട് ഈസ് PP2? ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ടാവും, എന്താണാവോ ഈ PP2? നിങ്ങൾക്കുള്ളൂ ഉത്തരം പറഞ്ഞു. വാട്ട് ഈസ് PP2? PP2 എനിക്ക് മനസ്സിലായിടത്തോളം കമ്മ്യൂണിറ്റി എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് എല്ലാവരെയും ഓർത്തിട്ട്. എൻ്റെ നേരത്തെ കമ്മ്യൂണിറ്റി ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. അതെ, പക്ഷെ ഇതൊരു വ്യത്യാസമുണ്ട്. കാരണം ഓരോരുത്തരായിട്ട് ഈശോയുടെ മുമ്പിലേക്ക് വരും. ടു ഹാവ് എ പേഴ്സണൽ കോണ്ടാക്ട് അല്ലെങ്കിൽ പേഴ്സണൽ ലുക്ക് അല്ലെങ്കിൽ കൂടുതൽ അടുത്ത് കർത്താവിൻ്റെ അടുത്ത് വരും. അപ്പോൾ അതായത് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ചാപ്പലിൽ. എന്നിട്ട് ഫ്രണ്ടിൽ ഇപ്പോൾ ആരാധനയാണെങ്കിൽ കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് അവിടെ ഒരു TK ഉണ്ട്, ടിയേഴ്സ് നീലർ, ഒരു പ്രത്യേക മുട്ടുകുത്താനുള്ളൊരു സ്ഥലം. അപ്പോൾ ഓരോരുത്തരായി മുന്നോട്ട് വരും. ആ വ്യക്തി പേഴ്സണലായിട്ട് കർത്താവിനോട് പറയുന്നു, പക്ഷേ കമ്മ്യൂണിറ്റി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും കൂടി ഒരു പാട്ട് പാടും വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാട്ട് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ സംടൈംസ് ഇറ്റ് ഈസ് എ ഗൈഡഡ് പേഴ്സണൽ പ്രേയർ. ഐ വിൽ ഗൈഡ് സംടൈംസ്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായൊരു പാട്ടും ചിലപ്പോൾ വെച്ച് തരും. അപ്പോൾ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ഇന്ന് ഏത് പാട്ടാണാവോ അല്ലേ. അതല്ലേ PP2ൻ്റെ ജോയ്സ്. ശരിക്കും പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട്, എന്നാൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെയും കൂടിയാണ്. ആ ഒരു ഷെയറിങ് ഓഫ് ഡിവൈൻ ലൈറ്റ്, ഷെയറിങ് ഓഫ് ഡിവൈൻ ലൈഫ്, ഷെയറിങ് ഓഫ് ഡിവൈൻ ലവ്. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ബോറിംഗ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അത് ബോറിംഗ് ആവാൻ പാടില്ല. കമ്മ്യൂണിറ്റി ആയിട്ട്. അപ്പോൾ സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു മൊണാസ്റ്റിക് വേയിലുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ആകുമ്പോൾ നമുക്കങ്ങനെ സീക്രട്സ് ഒന്നുമില്ല അല്ലേ. എല്ലാവരുടെ എല്ലാതും അല്ലേ, എല്ലാ തെറ്റുകളും കൊറ്റുകളും കുറവുകളും സ്ട്രെങ്ത്തും ഒക്കെ അല്ല നമ്മൾ ഒരുമിച്ചാണ് കർത്താവിന് സമർപ്പിക്കുന്നത് എല്ലാവരും. അപ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും പറ്റും, വളരാനും പറ്റും, ഹെൽപ്പ് ചെയ്യാനും പറ്റും, പരസ്പരം തിരുത്താനും പറ്റും. അപ്പോൾ ആ PP2-ൽ അപ്പോൾ മെയിനായിട്ട് എന്ത് സംഭവിക്കണേ, ഓരോരുത്തരായിട്ട് പോകുമ്പോൾ അവരെ വിത്ത് ദെയർ ജീസസ് ആൻഡ് വി ആർ ഓൾസോ വിത്ത് മൈ എൻ്റെ ജീസസിനൊപ്പം തന്നെയായിരിക്കും ഞാൻ. അപ്പോൾ കുറേ ജീസസ്മാരുണ്ട് ഇല്ല, ഒരു ജീസസ് ഉള്ളൂ. ബട്ട് ഈശോയുടെ പല ആസ്പെക്റ്റ്, നമുക്ക് ഒരാൾക്ക് ഈശോയുടെ എല്ലാ ആസ്പെക്റ്റും ഇങ്ങനെ എംബ്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ആസ്പെക്റ്റ് എടുത്ത് ഞാനത് ജീവിച്ച് ആ ഒരു ഈശോയെ സ്വന്തമാക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ ജീസസ് വാഷിംഗ് ദ ഫീറ്റ്. ജീസസ് വാഷിംഗ് ദ ഫീറ്റ്, ശുശ്രൂഷിക്കുന്ന, പരിചരിക്കുന്ന, അല്ലെങ്കിൽ കാല് കഴുകുന്ന, അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ഈശോ. അപ്പം എൻ്റെ ഈശോടൊപ്പം തന്നെ ബട്ട് ഐ എം ഹിയറിംഗ് എൻ്റെ സഹോദരിയെ കേൾക്കുന്നു, ഹു ഈസ് വിത്ത് ഹെർ ജീസസ്. അപ്പോൾ വിത്ത് ഹെർ പേഴ്സണൽ ജീസസ്. അപ്പോൾ ആ സഹോദരിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? സഹോദരി ചിലപ്പോൾ കരയുന്നുണ്ടാവാം, ചിലപ്പോൾ ഈശോയായിട്ട് നല്ല കോൺവെർസേഷൻ ആയിരിക്കാം, നല്ല സ്നേഹത്തിലായിരിക്കാം. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടും, ഓക്കെ, സഹായിക്കുകയും ചെയ്യും, ചിലപ്പോൾ നമുക്ക് പ്രചോദനം കിട്ടുകയും ചെയ്യും. ആൻഡ് ഓൾസോ പ്രേയിങ്. പിന്നെ ആ ഒരു കാര്യം അതിന് നടക്കും. അതിനുശേഷം ആ പാട്ട് വരുമ്പോഴായാലും അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും മാച്ചുള്ളൊരു ഹിമ്മായിരിക്കും അവരുടെ കൂടെ പ്ലേ ചെയ്യുകയോ അല്ലെങ്കിൽ പാടുകയോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനൊപ്പം തന്നെ പ്രാർത്ഥിക്കാനും ആ സഹോദരനെ കൂടുതലായിട്ട്
ആ സ്പിരിച്വലായിട്ട് പോകട്ടെ, ഇനിയും മുമ്പോട്ട് പോകട്ടെ എന്നുള്ളൊരു കാര്യം വരാറുണ്ട്. പിന്നെ ആ സമയത്ത് തന്നെ ആ സഹോദരിക്ക് വേണ്ടി കൂടുതൽ പെനൻസ് എടുത്തിട്ട്, പെനൻസ് എന്ന് പറയുന്നത് എന്ത് വേണം, ചെറിയൊരു പെയിൻ ആയിരിക്കും, മുട്ടുകുത്ത്, കൈ ഉയർത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ ഈ കാല് മടക്കിയിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പെനൻസ് എടുത്ത് ആ സഹോദരിക്ക് വേണ്ടി ഓഫർ ചെയ്ത് പ്രാർത്ഥിക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ അങ്ങോട്ട് വളരുകയും ചെയ്യും. ഇൻഡിവിജ്വൽ പ്രോഗ്രസ് പ്ലസ് ദ കമ്മ്യൂണിറ്റി പ്രോഗ്രസ്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ മുന്നേറുകയാണ്. ചിലപ്പോൾ കേൾക്കണത് ചിലർക്ക് കൊതി തോന്നുന്നുണ്ടാവും. ഒരുമിച്ച് മുന്നേറും. പിന്നെ അതൊരു കമ്മ്യൂണിറ്റിയുടെ ഓരോരുത്തർ വരും. ഞാനാണ് ഇപ്പോൾ പോകുന്നതെങ്കിൽ ഐ എം ഫുള്ളി ഫോക്കസ്ഡ് ഓൺ മൈ ജീസസ്. വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഐ എം വിത്ത് മൈ ജീസസ് ആൻഡ് ഐ ഹാവ് ഫീലിംഗ് ദാറ്റ് ബാക്കിൽ ഒരു വലിയൊരു സപ്പോർട്ടുണ്ട് എനിക്ക് വേണ്ടി. ഇപ്പോൾ ഞാൻ പറയുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ പിന്നിലൊരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഞാനൊരു ബാക്ക് ബോണത്തെ ഒരു പിന്തുണയോട് കൂടിയാണ് ഞാൻ പോകുന്നത് ഈശോയുടെ അടുത്തേക്ക്. എന്നിട്ട് ഞാൻ സ്പിരിച്വൽ ഫാമിലി വിത്ത് മൈ സ്പിരിച്വൽ ഫാമിലി, ബട്ട് ദേ ആർ സൈഡ് യു ഗോ അങ്ങനെ ഒരു തള്ളി വിടുന്ന പോലെയാണ്. ഈശോയുടെ അടുത്ത് പൊക്കോ. അപ്പോൾ ഐ എം ഗോയിങ് ടു മൈ ജീസസ് ആൻഡ് ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ദേ വിൽ സീ ദ ഇമോഷൻസ്, may see or may not see, but they are with me and praying for me, and I get the support and I get rejuvenated. Yeah. Oh my God. And I can come back and live my spiritual life. ആത്മീയമായിട്ട് മുന്നേറുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ജേർണി ടുഗെദർ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, പറഞ്ഞ പോലെ സ്പിരിച്വൽ അനാഥത്വം ഇല്ലാതെ. സ്വർഗീയ അപ്പനുണ്ട്, ഓക്കെ, സ്വർഗത്തിലെല്ലാവരും ഉണ്ട്, ഒപ്പം ഭൂമിയിലുണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ. അപ്പം മുന്നോട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിങ്ങുമാണ്. അപ്പോൾ PP2 മോർ ആൻഡ് മോർ ആ പേഴ്സണൽ ബന്ധവും വളരുന്നു, അറ്റ് ദ സെയിം ടൈം കൂട്ടായ്മയിലും വളരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ആ ദൈവ ഛായ കൂടുതൽ ശരിയാവുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ആനന്ദത അത് കൂടുതൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും. അപ്പോൾ സ്പിരിച്വൽ ലൈഫ് ഈസ് ഇൻട്രസ്റ്റിംഗ്. എനിത്തിങ് അബൌട്ട് ദ PP2? The main thing is adoring Jesus. അവിടെ തിരുവോസിയിൽ വാഴുന്ന ഈശോനെ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ശരിക്കും ആ ഒരു ലൈറ്റ്, റിസീവിങ് ലൈറ്റ് ഫ്രോം ദ ലോർഡ്, ആൻഡ് അത് that will radiate throughout the day, throughout our lives. അപ്പോൾ ആ ഒരു PP2 ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ പിന്നെ എല്ലാവരും മുഖത്ത് ഇങ്ങനെ ഒരു ലൈറ്റും ഒരു സ്മൈലും കാണാൻ. ബിക്കോസ് ഈശോന്റെ ഒപ്പം ആയിരുന്നു, ഈശോനെ നോക്കി വേറെ ഒന്നും കണ്ടില്ല. ഈശോ എനിക്ക് ലൈറ്റ്സ് വേണമെന്ന് വെച്ച് കണ്ണ് തുറപ്പിച്ചിട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു റിസീവിങ് അറ്റ് ദാറ്റ് മൂമെന്റ്, റിസീവിങ് ലവ് ആൻഡ് ഗിവിങ് ലവ്, അതാണ് ഞാൻ PP2 ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം. ഹാർഡ് കോൺവെർസേഷനിൽ റിസീവിങ് ലവ് ആൻഡ് ഗിവിങ് ലവ് ടു യുവർ ജീസസിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു ടൈം. അത് ത്രൂ ഔട്ട് ആർ ലൈഫ്, യെസ്, ബട്ട് ഈ ഒരു PP2 സമയത്ത് തിരുവോസ്തിയിലുള്ള ഈശോയിലേക്ക് ഇങ്ങനെ നോക്കി 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 അതിലേക്ക് ഒന്നാകാൻ വേണ്ടി ദാഹിച്ച് അത് ശരിക്കും ഇങ്ങനെ അടുക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ഈച്ച് ടൈം യു ലുക്ക് ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് ഇങ്ങനെ പോകും. ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ ബിക്കോസ് സംടൈംസ് നമ്മളിങ്ങനെ പേഴ്സണലായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണുമോ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമോ, അങ്ങനത്തെ ഒരു വറി ഞാനിവിടെ കണ്ടിട്ടില്ല. മുന്നിലേക്ക് പോകുന്ന ആ ടിയേഴ്സ് നീലറിലേക്ക് അവിടെ ടിയേഴ്സ് ഇങ്ങനെ ഒഴുകുമ്പോൾ ഈശോനെ നോക്കി ദേ ആർ എൻഗ്രോസ്ഡ് ഇൻ ദാറ്റ്. അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പേഴ്സണൽ കാര്യം നന്നായിട്ട് നടക്കുന്നു, കമ്മ്യൂണിറ്റി കാര്യം നന്നായിട്ട് നടക്കും വിതൗട്ട് എനി ഡിസ്ട്രാക്ഷൻ. അതിപ്പോൾ രൂപപ്പെട്ട് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ പുറകിലിരിക്കുമ്പോൾ അതൊക്കെ കാണാൻ നല്ലൊരു ഇതാണ്. എല്ലാവരും എൻഗ്രോസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്കും കൊതി തോന്നുന്നുണ്ടോ, ഓ എപ്പോഴാണ് അവർ ഇനി അടുത്തത് വരിക, ഈശോനെയും കൊതിപ്പിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് PP2 ഇപ്പം ഞങ്ങൾ പേഴ്സണലായിട്ട് ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഹിം വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ഒരു പേടിയുടെ എന്തെങ്കിലും കണ്ട് പേടിച്ചോ അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും പേടിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പേഴ്സണൽ കാര്യം ഈശോയോട് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പം ഉള്ളിൽ ശരിക്കും ഒരു ആശ്വാസം ഈശോ തന്നെ പാടിത്തരുന്ന പോലത്തെ പാട്ടായിരിക്കും.
ചില സമയത്ത് ഒരു താരാട്ട് പാട്ട് പോലെ ഒരു പാട്ട് വരും. ചില സമയത്ത് ഈ പേടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഭയപ്പെടേണ്ട മകനെ മകളെ, അങ്ങനെ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ, അല്ല ഹിം കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ തന്നെ ഒരു ഡെലിവറൻസ് നടക്കുന്നുണ്ട്. ആ ഭയം എന്നിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണില് കുറച്ചും കൂടെ പ്രകാശം നിറഞ്ഞതിന്റെ മുമ്പ് ഷെയർ ചെയ്തില്ല, പ്രകാശം തിരുവോസ്തിയിൽ നിന്ന് ഈശോയിൽ നിന്നും എത്രമാത്രം പ്രകാശം സ്വീകരിക്കുന്നു, എത്രമാത്രം സ്വീകരിച്ചിരിക്കുക, അതിലേക്ക് തന്നെ സ്റ്റക്കായി പോയിട്ടില്ല. തിരുവോസ്തി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് തന്നെ സ്റ്റക്കായിട്ട് ആ സമയം തന്നെ ഒരു ഡെലിവറൻസ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഹിം വെക്കുന്ന സമയത്ത് കൂടുതൽ സമയം ഈശോയെ തന്നെ നോക്കിയിരിക്കുന്നു. ഈശോ തന്നെ എന്നോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ആശ്വാസമായിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രതിവിധിയായിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു തെറ്റ്, കമ്മ്യൂണിറ്റിയിൽ ചെയ്ത ഒരു എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞു കഴിയുമ്പം ഈശോ അതിൽ നിന്നും ഒരു ആശ്വാസ വാക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ക്ഷമിച്ചതിൻ്റെ ഒരു അടയാളം, ഒരു കൃത്യമായിട്ടുള്ളൊരു അടയാളം ഈശോ ഈ PP2 തരുന്നതായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിടുതൽ ഡെലിവറൻസ് സംഭവിക്കുന്നു, പ്ലസ് പരിശുദ്ധാത്മാവിൻ്റെ ഫില്ലിങ് പൂർണ്ണമായി ഉദിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് നിറയുന്നു. അപ്പോൾ PP2 ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് മാറ്റാം. What else? PP3. What is PP3? Wow. PP3. PP3ക്ക് മുമ്പ് രണ്ട് കാര്യങ്ങൾ ശരിക്കും നടന്നാലാണ് PP3 ഇൻട്രസ്റ്റിംഗ് ആവാം. ഒന്നാമത്തെ കാര്യം PP1 PP1ഉം PP2 നന്നായിട്ട് നടത്തി. എന്നിട്ട് PP3ക്ക് മുമ്പ് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതെന്നുള്ള നന്നായിട്ട് എടുത്ത്, പിന്നെ സ്റ്റഡി ടൈം ആ കാര്യങ്ങൾ പഠിച്ച് അത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി പഠിച്ച്, പിന്നെ PP3യിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ദൈവവചനം, ആ ക്ലാസ്സിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ദൈവവചനം എങ്ങനെ ധ്യാനിക്കണം എന്നുള്ളതാണ് PP3. മെഡിറ്റേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് PP3 കഴിഞ്ഞ് പിന്നെ കോൺടെംപ്ലേഷൻ നടക്കുന്നത് എപ്പോഴാണ്? ശരിക്കും ഈ ധ്യാനിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അത് പാലിക്കുമ്പോൾ, അത് ഹൃദയത്തിലാവുമ്പോഴാണ് അതൊരു കോൺടെംപ്ലേഷൻ ആവണേ. അപ്പോഴാണ് ഇതൊരു കണ്ടംപ്ലേറ്റീവ് ലൈഫ് ആവുന്നത്. വോക്കൽ പ്രെയർ, മെഡിറ്റേഷൻ ആൻഡ് കോൺടെംപ്ലേഷൻ. അപ്പോൾ കോൺടെംപ്ലേഷൻ ഈസ് ആക്ച്വലി ദറ്റ് ലൈഫ്, ദൈവവചനം പാലിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ദൈവവചന ഹൃദയത്തിൽ നിറയുന്ന ഒരു എക്സ്പീരിയൻസ്. പരിശുദ്ധ അമ്മ അതൊക്കെയല്ലേ, വചനം നിറഞ്ഞ് ഉദരത്തിലും ഹൃദയത്തിലൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഇമാക്കുലേറ്റ് ഹാർട്ട്, വിമല ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ ദൈവവചനം, ദൈവപുത്രൻ ഇങ്ങനെ നിറഞ്ഞ് 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 നിൽക്കുന്ന ഹൃദയം. അപ്പോൾ PP3യെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ 3 പേഴ്സണൽ പ്രെയർ നമ്മൾക്ക് ഉണ്ടാവുമ്പോൾ അതിനകത്ത് ഒരു പേഴ്സണൽ പ്രെയർ, അതിൽ 3 ഭാഗം. So in these 3 parts, the first thing that we have learned here is to have a theme for a day. തീം, 3 കൂടിയിട്ട് ഒരു തീം, ഒരു തീം for the personal prayer. PP1, PP2, PP3, ഒരു theme, ഒരു thread running through all 3 parts of the personal prayer. So in the morning when we do our personal prayer, first what we do, appo aa samayathu we take a word of God. So as we shared before that the today's reading, appo aa reading vechu nammalku touch avunna edengil oru bhagam or Bible verse edutittu nammalku adu oru theme aayittu edukam. അല്ലെങ്കിൽ what the crux of it, what it says to you, what it speaks to you, അതൊരു തീം വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പേഴ്സണൽ പ്രെയർ സെക്കൻഡ് വെൻ വി ഡു. അപ്പോൾ അവിടെയും ഇറ്റ് ഗെറ്റ്സ് കണക്റ്റഡ്. വി ഹാവ് സീൻ ദാറ്റ് വെൻ എവർ വി ടേക്ക് എ തീം ഇറ്റ് ഗെറ്റ്സ് കണക്റ്റഡ് ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ ക്ലാസ് ദാറ്റ് വി ഹാവ്. ആ സമയത്തും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ 3 ഭാഗത്തിലും മൂന്നാമത്തെ പേഴ്സണൽ പ്രെയറിൽ വെൻ വി സിറ്റ് ആഫ്റ്റർ ദ ക്ലാസ്, വെൻ വി സിറ്റ് ഫോർ ദ പേഴ്സണൽ പ്രെയർ, ആ സമയത്ത് what is God trying to speak to me through all these things? So there will be something that will touch you through the Bible verse and through the class. So what we get here is what we connect with that. So when you do that, you can also see how God is speaking to you through your different life situations. Maybe God will speak to you
ആ ഒരു കാര്യം വെച്ചിട്ട്. സോ ദാറ്റ് തീം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ് ടു ഗെറ്റ് whatever we are doing, there should be a result out of it. Something concrete should come out of it. So it should not go wasted. Otherwise, if we sit without a theme, it just goes haywire. We might be in sometimes with the Old Testament or sometimes with the New Testament. അപ്പോൾ ആ തീം വെച്ച് പോവുകയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ദൈവം ഒരു കണക്ഷൻ വെച്ചിട്ട് ദാറ്റ് എഫേർട്ട് ഷുഡ് കം ഫ്രം ആർ സൈഡ്, ദാറ്റ് വി വോണ്ട് ടു ഗെറ്റ് സംതിങ്, വി വോണ്ട് ടു ഗെയിൻ സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ആ ഒരു എയിം വെച്ചിട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും കോൺക്രീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യം കിട്ടുക. ഇറ്റ് ഈസ് ലൈക്ക് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് പറക്കി തിന്നു, ജങ്ക് ഫുഡ് കഴിച്ചു, അങ്ങനെ കഴിച്ചു ഇങ്ങനെ കഴിച്ചു, എന്തായിരിക്കും സ്റ്റമക്കിൻ്റെ ഒരു സ്ഥിതി? ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടെങ്കിൽ, ഒരു ഭയങ്കര എന്താ പറയുക അടുക്കും ചിട്ടയുള്ളൊരു ഭക്ഷണക്രമം ഉണ്ടെങ്കിൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു തീം എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൈറ്റിൽ പോലെ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു തലക്കെട്ട് പോലെ എടുക്കാമെന്നാണ് തീം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ തിരുസഭ മാതാവ് തന്നെ നമുക്ക് തരുന്നുണ്ട് ആ ദിവസത്തെ വായനകൾ, പരിശുദ്ധ കുർബാനയുടെ വായനകൾ, അതിൽ തന്നെ ഒരു തീം കാണും. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ഈ തീം എടുക്കുക. അപ്പോൾ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന പോലെ അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, നല്ല ആഹാരവും ബാലൻസ്ഡ് ഡയറ്റും. അതാണ് ഈ തീമൊക്കെ പറയുമ്പോൾ ഒരു അടുക്കും ചിട്ടയുള്ള ഒരു ഭക്ഷണക്രമം. അപ്പോൾ അത് നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യും, ബോഡി ആൻഡ് സോൾ. അപ്പോൾ അത് ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പാർട്ട്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ഓരോ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുള്ളത് കൊണ്ട് നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്തു പോകുന്നു.